ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഇത് കൺട്രോൾ യൂണിറ്റ് ആണ്. നമുക്ക് ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിഷയത്തിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്നും ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളുമായിരിക്കും കിട്ടുന്നത്. അത് ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള അതിനുവേണ്ടി പെയർ ചെയ്ത് വെച്ചിരിക്കുന്ന വോട്ടിംഗ് മെഷീൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. കൺട്രോൾ യൂണിറ്റിന്റെ കേസിന് മുകളിൽ ഒരു അഡ്രസ് ടാഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ബാലറ്റ് യൂണിറ്റിന്റെ പെട്ടികളിലും ആ കേസുകളിലും അഡ്രസ് ടാഗ് ഉണ്ടായിരിക്കും. ഈ അഡ്രസ് ടാഗിൽ ഇതേപോലെ ഒരു അഡ്രസ് ടാഗ് ആയിരിക്കും. ഇത് കഴിഞ്ഞ തവണത്തെ അഡ്രസ് ടാഗ് ആണ്. കഴിഞ്ഞ തവണ കൺട്രോൾ യൂണിറ്റിനും ബാലറ്റ് യൂണിറ്റിനും പ്രത്യേകം അഡ്രസ് ടാഗുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല, ഒരേ അഡ്രസ് ടാഗ് തന്നെയാണ് രണ്ടിലും പക്ഷേ വ്യത്യസ്തമായിട്ട് എന്തിന്റെയാണെന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കും. അതിൽ കൺട്രോൾ യൂണിറ്റിന്റെ നമ്പർ ഉണ്ടായിരിക്കും, ബാലറ്റ് യൂണിറ്റുകളുടെ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ അഡ്രസ് ടാഗ് അഴിച്ച് മാറ്റുക. അഡ്രസ് ടാഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയും. ഇത് ആക്ച്വൽ പോളിംഗ് ശേഷം നമ്മൾ തിരികെ കൊടുക്കുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ കേസിലാക്കി അഡ്രസ് ടാഗ് ഇടേണ്ടി വരും. അതിനുവേണ്ടി നമുക്ക് ഈ അഡ്രസ് ടാഗ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പുതിയ അഡ്രസ് ടാഗ് നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള കിട്ടിയിരിക്കും, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. കൺട്രോൾ യൂണിറ്റ് അഴിക്കുന്ന വിധം, കൺട്രോൾ യൂണിറ്റിന്റെ കേസ് ഊരുന്ന വിധം ഞാനൊന്ന് കാണിക്കാം. ഇതാണ്, ഇതേപോലെ പിടിച്ചിട്ട് 2 ലാച്ചുകളുണ്ട്. ലാച്ചുകളിൽ ഇതേപോലെ പുറത്തോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് തുറന്നെടുക്കാൻ പറ്റും. ഇതേപോലെ കൺട്രോൾ യൂണിറ്റ് എടുക്കുക. കേസ് സൗകര്യപ്രദമായിട്ട് നമുക്ക് സുരക്ഷിതമായ സാധനങ്ങളിൽ വെക്കുക. ഇതേപോലെ തന്നെ ബാലറ്റ് യൂണിറ്റിന്റെ കേസാണ്. ഇതേപോലെ തന്നെ ഇതും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒന്ന് പുറത്തോട്ട് പ്രസ് ചെയ്ത് തള്ളിയാൽ ഊരി വരും. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയുള്ള വോട്ടിംഗ് മെഷീനാണ് ഇത്. അപ്പോൾ അക്കാര്യത്തില് കേസുകൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ ഇലക്ഷൻ നടപടിയിലോട്ട് ആക്ച്വൽ പോളിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കും. അപ്പൊ ഈ കേസുകൾ സുരക്ഷിതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് മെഷീന്റെ സീരിയൽ നമ്പർ ഉണ്ട്, കാണാൻ തോന്നും അല്ലെ? എല്ലാവർക്കും കാണാം. വോട്ടിംഗ് മെഷീന്റെ സീരിയൽ നമ്പർ ഉണ്ട്. ഈ സീരിയൽ നമ്പർ തന്നെയാണോ നമുക്ക് അനക്സ് 8 നമുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കൺഫേം ചെയ്യുക. ഇതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റുകളിലും അവയുടെ സീരിയൽ നമ്പറുകൾ ഉണ്ടാവും. 3 എണ്ണത്തിലും ഉണ്ടാവും. അത് നമ്മളൊന്ന് കൺഫേം ചെയ്യുക. ഇതിലൊരു ഇപ്പോൾ പിങ്ക് പേപ്പർ സീല് ചെയ്തിട്ടുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഈ വോട്ടിംഗ് മെഷീൻ നമുക്ക് വോട്ടിങ്ങിന് കാര്യക്ഷമമാണ് എന്ന് ടെക്നിക്കൽ വിങ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇലക്ഷൻ കമ്മീഷൻ പതിക്കുന്ന സീലാണിത്. ഇതിനകത്ത് നമ്മൾ ഡാമേജ് വരുത്തുകയോ യാതൊരുവിധ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാക്കരുത്. അതേപോലെ നമുക്ക് റിട്ടേണിംഗ് ഓഫീസർ ഈ ഒരു പോർഷൻ നമുക്ക് സീല് ചെയ്തായിരിക്കും തന്നിരിക്കുന്നത്. ഇത് ഇവിഎം കമ്മീഷൻ സമയത്ത് ബാറ്ററി ഇട്ട് കമ്മീഷൻ ചെയ്ത് ഇവിടെ ടാഗ് ഇട്ട് കെട്ടി അഡ്രസ് ടാഗ് ഇട്ട് സീൽ ചെയ്തിരിക്കും. ഇതും നമ്മൾ ഈ സീലിന് യാതൊരുവിധ ഡാമേജുകളും വരുത്തരുത്. നമ്മൾ പോളിംഗ് ഡേയിൽ ഈ ഒരു സീലിന് ഡാമേജ് ഒന്നും ഇല്ല എന്നും ഈ പിങ്ക് പേപ്പർ സീല് അവിടെ ബ്രേക്ക് ആയിട്ടില്ല എന്നും നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. ഇതേപോലെ തന്നെ ബാലറ്റ് യൂണിറ്റിലും ഇതേപോലെ കമ്മീഷനിങ്ങിന് ശേഷം ഇതിൽ കൂടി ഒരു പിങ്ക് പേപ്പർ സീല് ഇതിൽ പതിച്ചിരിക്കും. ഇതിലും ഡാമേജുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് ആവാൻ പാടില്ല. നമുക്കൊരു സീല് കാണുമ്പോൾ അറിയാമല്ലോ, അതാരെങ്കിലും ബ്രേക്ക് ചെയ്ത് അത് ഊരിയിട്ടുണ്ടോ അഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം. ഇതിൽ ഡാമേജുകളോ ബ്രേക്ക് ചെയ്ത്